ഇന്നൊരു ചെറിയ വീഡിയോ വന്നിട്ടുള്ള കേട്ടോ. ഈ പാലം കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും എവിടേക്കാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു വീഡിയോ ആണിത്. എല്ലാം മഴ കൊണ്ടുപോയൊരു വീഡിയോ എന്ന് പറയാം. മൂന്നാർ യാത്രയിലാണ്. യാത്ര വീട്ടിൽ നിന്ന് തുടങ്ങിയപ്പോഴേ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, എന്തൊരു മഴ എന്ന് വെച്ചാൽ നിൽക്കാത്ത മഴ. അതുകൊണ്ട് തന്നെ കാറിനകത്തായിരുന്നു ഭൂരിഭാഗം സമയവും. നേരിമംഗലം കഴിഞ്ഞ് ചുരം കയറി തുടങ്ങിയപ്പോഴേ വെള്ളച്ചാട്ടങ്ങളൊക്കെ ജലസമൃദ്ധമായി ഒഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടത്തേക്ക് ആൾക്കാരെ പ്രവേശിക്കുന്ന പോലുമില്ല. അതുകൊണ്ട് തന്നെ ഈ വാളറ വാട്ടർഫോൾസിന് അവിടെ നിന്നു. അവിടെയും കോടമഞ്ഞൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. മഴയായതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാനുള്ളൊരു മൂടൊക്കെ പോയി. ഇതെല്ലാം കഴിഞ്ഞ് അടിമാലി എത്താനായപ്പോഴത്തേനും റോഡ് പണി നടക്കുന്നുണ്ട്. ഭയങ്കര ബ്ലോക്ക്. അടിമാലി ടൗണിലൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഈ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വർക്ക് നല്ല രീതിക്ക് തന്നെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഈ മഴയായതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല കോടമഞ്ഞായതുകൊണ്ട് തന്നെ വണ്ടിക്ക് അകത്തിരുന്ന് കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനെ മൂന്നാർ ടൗണിലെത്തി. മൂന്നാർ ടൗണിൽ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഒരുപാട് സ്ഥലത്തൊക്കെ കറങ്ങി തിരിഞ്ഞ് റൂമിലേക്ക് എത്താമെന്നൊക്കെയായിരുന്നു പ്ലാൻ. ക്ലൈമറ്റ് നമ്മളെ ഇങ്ങനെ ചതിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. മഴ ഉണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോഴത്തേനും മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു ചൂട് ചായയൊക്കെ വാങ്ങി തണുപ്പത്ത് ചൂട് ചായയും ചെറിയ മഴയും തേയിലത്തോട്ടങ്ങളും അതൊരു ഭയങ്കര ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കുറേ നേരം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ മൂന്നാറിലേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ ശരിക്കുള്ള ഹൈവേ കൂടെ ഒന്നല്ല, നമ്മൾ ആനച്ചാൽ വഴിയൊക്കെയാണ് ഇപ്പോൾ ഹൈവേ ഒക്കെ മൊത്തത്തിൽ കറങ്ങി തിരിഞ്ഞൊക്കെയാണ് പോകുന്നത്. അവിടുന്ന് നേരെ പോയത് മൂന്നാറിൻ്റെ CSI പള്ളിയിലേക്കാണ് കേട്ടോ. നല്ലൊരു ഫേമസ് പള്ളിയാണ്, കാണാനും ഭയങ്കര രസമാണ്. അതിന് മുകളിൽ നിന്ന് മൂന്നാർ ടൗൺ നമുക്കൊരു ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ. പള്ളിക്കകത്തേക്ക് ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പള്ളിയുടെ പുറം ഭാഗം ഒരു പ്രത്യേക രസമാണ് കാണാൻ. നല്ല കാം ആൻഡ് ക്വയറ്റ്. ഇന്നത്തെ പരിപാടികൾ ഏകദേശം ഇങ്ങനെയൊക്കെയാവുമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നത്. നമ്മുടെ മൂന്നാറിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് കാറിനകത്തിരുന്നിട്ട് കേട്ടോ. ആസ്വദിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ചെറിയ വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് പോയതാണ് കേട്ടോ. കാരണം വാട്ടർഫോൾസ് നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നൊക്കെ തോന്നുന്നു. പക്ഷേ ഈ സമയമായതുകൊണ്ട് ചിലപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കും. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങിയില്ല. പക്ഷെ കാണാൻ ഭയങ്കര രസമാണ്. ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതിൽ. മഴയുണ്ടെങ്കിലും നമ്മളെ ശല്യം ചെയ്യുന്ന തരത്തിലുള്ള വലിയ മഴയല്ല, ചെറുതായിട്ട് ഇങ്ങനെ ഡ്രിസിൽ ചെയ്യില്ലേ, അതുപോലത്തെ ഒരു മഴയായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾ പുറത്തിറങ്ങാറുണ്ട്. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നില്ല. അങ്ങനെ കുറേ നേരത്തെ ചുറ്റലൊക്കെ കഴിഞ്ഞ് നല്ല റൂമിലെത്തി. ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ നമുക്കുള്ള റൂം. അത്യാവശ്യം സ്പീഷ്യസ് ആയിട്ടുള്ള വലിയ റൂം തന്നെയാണ്. അതിനകത്ത് 3 മുറികളുണ്ട് കേട്ടോ. പക്ഷേ അതിലൊരു റൂമാണ് നമുക്ക് തുറന്നു തന്നിട്ടുള്ളൂ. നമ്മളത് 2 ആളല്ലേ ഉള്ളൂ. റൂമൊക്കെ അല്ല അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. ഞാൻ മെയിനായിട്ട് റൂം ബുക്ക് ചെയ്യാൻ കാരണം റൂമിൻ്റെ ബാക്കിലെ ബാൽക്കണിയാണ്. നമ്മൾ നേരെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ ഒക്കെ കാണാൻ പറ്റും. അവിടെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇരിക്കുകയും ചെയ്യാം. ഇത് കണ്ടിട്ട് മാത്രമാണ് റൂം ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ 2 കോഫിയൊക്കെ പറഞ്ഞ് പുറകിലിങ്ങനെ ഇരുന്നു. പിന്നെ ഇനി പുറത്തിറങ്ങാനുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ പോയിട്ടോ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ മഴ നിൽക്കുന്നതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാനുള്ള മൈൻഡ് സെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരമായപ്പോൾ ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയിരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്തു. എന്ത് ചെയ്യുക, അന്നത്തെ ദിവസം യാത്ര മൊത്തം ഇതുപോലെ മഴ കൊണ്ടുപോയി. നമുക്ക് വലിയ കാര്യം എന്താണെങ്കിലും ഓഫ് സീസൺ ആയതുകൊണ്ടാണോ ഇനിയിപ്പോൾ മഴയായതുകൊണ്ടാണോ എന്നറിയില്ല, മൂന്നാറിലധികം ആളുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ചു കാലം മുന്നേ വരെ എന്തൊരു തിരക്കായിരുന്നു മൂന്നാറിലൊക്കെ.
അങ്ങനെ അന്നത്തെ ഡേ സത്യം പറഞ്ഞാൽ അങ്ങനെ കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം രാവിലെ ക്ലൈമറ്റ് മൊത്തത്തിൽ മാറിയിട്ടോ. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള വെയിലുള്ള ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്ലാൻ വേറെ ആയിരുന്നു. നേരെ മറയൂർ കാന്തല്ലൂരായിരുന്നു കേട്ടോ പ്ലാൻ. അങ്ങനെ മറയൂർക്കുള്ള യാത്രയിലാണ്. ഇരവികുളം നാഷണൽ പാർക്കെല്ലാം പിന്നിട്ട് നമ്മൾ ആനമുടി കണ്ടിട്ടാണ് കേട്ടോ യാത്ര. ആ കാണുന്നതാണ് ആനമുടി. സൗത്ത് ഇന്ത്യയിലെയാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ മലയാണ്. ഏകദേശം 8000 അടിയോളം ഹൈറ്റ് ഉണ്ട്. അത് ഇരവികുളം നാഷണൽ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത്രയിൽ ഇരവികുളം നാഷണൽ പാർക്ക് എൻ്റെ ലിസ്റ്റിലില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചിലപ്പോഴാണ് കാട്ടാടിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. പോകുന്ന വഴിക്കാണ് നമുക്ക് ലക്കം വാട്ടർഫോൾസ് ഉള്ളത്. ലക്കം വാട്ടർഫോൾസിന് എല്ലാം ക്ലോസ്ഡ് ആണ്. നമുക്ക് പുറത്തുനിന്ന് വാട്ടർഫോൾസ് ജസ്റ്റ് കാണാമെന്നല്ലാതെ അകത്തേക്കൊന്നും കയറ്റി വിടുന്നില്ല. അത് ചിലപ്പോൾ ഈ മഴയുടെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം. ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ കിട്ടുന്നത് ഇവിടെ റിപ്പിളിൻ്റെ ഒരു ചായ് ബസാറുണ്ട്. അവിടെ എത്തിയാൽ നമുക്ക് യൂറിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് വീണ്ടും നമ്മൾ യാത്ര ചെയ്യണം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന എവിടെയാണെങ്കിൽ മറയൂർ ചന്ദനക്കാടുകളുടെ നടുവിലൂടെയാണ് പോകുന്നത്. നല്ല അടിപൊളിയാണ്. പക്ഷേ അവിടെ വണ്ടി നിർത്താനോ കാര്യങ്ങൾക്കോ ഒന്നിനും പറ്റില്ല. അപ്പോൾ ആ വഴിക്ക് പോകുമ്പോൾ 2 സൈഡിലും ചന്ദനക്കാട് കാണാം. ഇത് നമ്മൾ നേരെ കാന്തല്ലൂരിലേക്ക് കണ്ടോ. പോകുന്ന വഴിക്ക് പ്രസിദ്ധമായ കാന്തല്ലൂർ മറയൂർ ശർക്കര കാണാൻ വേണ്ടിയിട്ട് ഒന്ന് നിർത്തി. അവിടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു. അപ്പോൾ ഒന്നും ആവുന്നില്ല എന്നുള്ളൊരു തീരുമാനം എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ശർക്കരയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാന്തല്ലൂരിൽ പോക്കുപോയി പറയുന്ന പോലെ ടോട്ടലൊരു പെട്ട അവസ്ഥയായിരുന്നു കേട്ടോ. പഴങ്ങളുടെ എല്ലാം സീസണെല്ലാം കഴിഞ്ഞ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഈ കയറി പോകുന്ന പോക്ക്. ഉച്ചങ്ങ് പോയപ്പോഴേ വെളുത്തുള്ളി, പാഷൻ ഫ്രൂട്ട്, അങ്ങനെ അവിടുത്തെ തനതായ കുറച്ച് പച്ചക്കറികളൊക്കെ വിൽക്കുന്നൊരു കടയിൽ കയറി. അവിടുന്ന് കുറച്ച് പാഷൻ ഫ്രൂട്ടും കുറച്ച് വെളുത്തുള്ളിയൊക്കെ വാങ്ങി. പക്ഷേ അവിടുത്തെ പാഷൻ ഫ്രൂട്ട് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നല്ല മധുരമായിരുന്നു. വെളുത്തുള്ളി അതേട്ടോ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവറാണ്. അവിടുന്ന് നേരെ ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസ് എന്നൊരു വാട്ടർഫോൾസിലേക്ക് പോയൊരു കഥയാണ് കേട്ടോ. ഒരു ഭയങ്കര സംഭവമാണ്. വെള്ളച്ചാട്ടം പറയുന്ന പോലെ ഇത്രയേ ഉള്ളൂ, വളരെ കുറച്ചാണ്. പക്ഷേ ആ പോകുന്ന വഴി ഭയങ്കര ടാസ്ക്കായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ വേറൊരു വഴിക്ക് തെറ്റി വന്നതാണെന്ന്. ഇതാണ് ശരിക്കും പറഞ്ഞ ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ ഭയങ്കര താഴ്ചയിലാണ് ഈ വെള്ളച്ചാട്ടം നിൽക്കുന്നത്. അങ്ങനെ അതും കണ്ട് മെല്ലെ ആനമുടി ടൈഗർ റിസർവ്, ചിന്നാർ ടൈഗർ റിസർവ് എല്ലാം കടന്നിട്ടാണ് തിരിച്ചുള്ള യാത്ര. പൊള്ളാച്ചി വഴിയാണ് കേട്ടോ ഞാൻ യാത്ര തിരിച്ച് പ്ലാൻ ചെയ്ത്. കാരണം അല്ലെങ്കിൽ ഇവിടുന്ന് തിരിച്ച് പോയിട്ട് അടിമാലിയുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ കടന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ പൊള്ളാച്ചി എത്തി. അതിനിടയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു. മൊബൈലിന് റേഞ്ചില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാട്ടിലൂടെ ആയിരുന്നല്ലോ യാത്ര. പക്ഷേ നല്ല രസമുള്ള യാത്രയാണ്. മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ യാത്ര ഓൾമോസ്റ്റ് എല്ലാം അടിപൊളിയായിരുന്നു. ഇതൊരൊന്നുമില്ലാത്തൊരു വീഡിയോ ആയിരുന്നു. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ശ്രമിക്കാം കേട്ടോ. ബൈ.